കളമെഴുത്തും പാട്ടും എന്ന അനുഷ്ഠാന കലയുടെ ഐതിഹ്യം, പുരാവൃത്തം അത് പറഞ്ഞു വരുമ്പോൾ ദാരിക നിഗ്രഹത്തിനായി ശ്രീ പരമേശ്വരൻ്റെ മൂന്നാം തൃക്കണ്ണിൽ നിന്നും ഉത്ഭവിച്ച ശ്രീ ഭദ്രകാളി എന്ന ദേവി, ആ ദേവിയുടെ രൂപം വരച്ച് അതിന് നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ള സ്തുതിഗീതങ്ങൾ ആലപിച്ച് മറ്റ് അനുബന്ധമായ 10ഓളം ചടങ്ങുകൾ ഇതിനോട് ബന്ധിച്ച് നടത്തപ്പെട്ട് അവസാനിപ്പിക്കുന്ന ഒരു അനുഷ്ഠാന കലയാണ് കളമെഴുത്തും പാട്ടും. ദാരികൻ്റെ അഹങ്കാരം ശമിപ്പിക്കുന്നതിനായി ദേവഗണങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച ഒരു സന്ദർഭത്തിലാണ് ശ്രീ പരമേശ്വരൻ്റെ മൂന്നാം തൃക്കണ്ണിൽ നിന്ന് അതിഭീകരമായ ഭദ്രകാളി രൂപം ജന്മം കൊള്ളുന്നത്. വളരെ ഘോരമായ യുദ്ധത്തിനൊടുവിൽ ദാരികനെ ഭദ്രകാളി വധിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഘോരരൂപിണിയായി കലിപൂണ്ട് വളരെ ബൃഹത്തായ രൂപത്തോടുകൂടി ഭൂമിയിൽ സംഹാര താണ്ഡവം ആടി നടന്ന ഭദ്രകാളിയെ ശിവൻ ഭൂമിയിലെ സജ്ജനങ്ങൾക്ക് നല്ലത് വരുത്തുന്നതിന്, ഭദ്രത്തെ നൽകുന്നതിന്, ഭദ്രം എന്ന് പറഞ്ഞാൽ മംഗളത്തെ പ്രദാനം ചെയ്യുന്നതിലേക്കായി ഭൂമിയിലേക്ക് അയക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഭൂമിയിൽ ഭദ്രകാളി ക്ഷേത്രങ്ങൾ, ഭദ്രകാളി സങ്കല്പത്തിലുള്ള ആരാധനാക്രമങ്ങൾ ആവിർഭവിച്ചു. അത് വളരെ പൗരാണികമായ കാലത്ത് നടന്നതെങ്കിൽ പോലും ഇപ്പോഴും വളരെ പ്രൗഢിയോടെ അത് നിലനിൽക്കുന്നു. ഭദ്രകാളിയുടെ യുദ്ധ അവസരത്തിലുള്ള അതിഭീകരമായ ബൃഹത്തായ രൂപഭാവങ്ങൾ ആണ് കളമെഴുതുന്നതിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത്. 2 കൈ, 4 കൈ, 8 കൈ, 16 കൈ, 32 കൈ, 64 കൈ എന്നിങ്ങനെ ബൃഹത്തായ രൂപഭാവങ്ങളിൽ ഭദ്രകാളി കളങ്ങൾ എഴുതപ്പെട്ടു വരുന്നു. കരുത്തോടെ മടവയർ ഇടിച്ചവൽ തരിപ്പണം, കരുത്തോടെ മടവയർ ഇടിച്ചവൽ തരിപ്പണം, കരിപ്പു കട്ടി അപ്പമാട പയറോടെ മാമ്പഴം, കരുത്തോടെ മടവയർ ഇടിച്ചവൽ തരിപ്പണം, കരിപ്പു കട്ടി അപ്പമാട പയറോടെ മാമ്പഴം, വറുത്തരി ചുടുകൂരു തേൻ കർണൽ തേനുറ, വറുത്തരി ചുടുകൂരു
അപ്പവും പറുത്തരി ചുടുകൂരു തേനൽ തേനുറ പൊരിമലരുരു കൂനൈ വെന്തെഴുന്ന അപ്പവും വരിക്ക നൽ ചുള കദളി വാഴ നൽ കനികളോ വരിക്ക നൽ ചുള കദളി വാഴ നൽ കനികളോ വഴി പോലെ തരുവൻ ഞാൻ കുടവയർ നിറയവേ വരിക്ക നൽ ചുള കദളി വാഴ നൽ കനികളോ വഴി പോലെ തരുവൻ ഞാൻ കുടവയർ നിറയവേ അരിപ്പമന്യേ നന്മലർ അണിഞ്ഞ മാല പൂക്കുല അരിപ്പമന്യേ നന്മലർ അണിഞ്ഞ മാല പൂക്കുല അലങ്കരിച്ച പന്തലിൽ എഴുന്നരുൾ ഗണപതി അരിപ്പമന്യേ നന്മലർ അണിഞ്ഞ മാല പൂക്കുല അലങ്കരിച്ച പന്തലിൽ എഴുന്നരുൾ ഗണപതി അലങ്കരിച്ച പന്തലിൽ എഴുന്നരുൾ ഗണപതി അലങ്കരിച്ച പന്തലിൽ എഴുന്നരുൾ ഗണപതി കളം എഴുതുന്നത് പഞ്ചവർണ്ണപ്പൊടികൾ ഉപയോഗിച്ചാണ്. കളത്തിലെ ചിത്രരചനാ സമ്പ്രദായം ഭൂതവടിവ് ആധാരമാക്കിയാണ്. ഭൂതവടിവ് എന്ന് പറയുന്നത് വളരെ പുരാതനമായ ഒരു ചിത്രരചനാ സമ്പ്രദായമാണ്. പഞ്ചവർണ്ണപ്പൊടി 5 നിറങ്ങളിലുള്ള പ്രകൃതിദത്തമായ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ചെടുക്കുന്നതാണ്. കറുപ്പ്, വെള്ള, പച്ച, മഞ്ഞ, ചുവപ്പ് ഇത്യാദി 5 നിറങ്ങൾ പഞ്ചഭൂതാത്മക തത്വത്തിൽ അടങ്ങിയിരിക്കുന്നു. നമ്മുടെ ശരീരം പഞ്ചഭൂതാത്മകമായ ഒന്നാണ് എന്നാണ് ഭാരതീയമായ ആധ്യാത്മിക തത്വം പറയപ്പെടുന്നു. ആ തത്വപ്രകാരം തന്നെ പഞ്ചവർണ്ണപ്പൊടികൾ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ദേവിയുടെ രൂപത്തെ പ്രതിനിധാനം ചെയ്യുന്നതിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അതിലെ ആന്തരികമായ തത്വം എത്ര വലുതാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇട്ടിതോരേ കളമുറക വെച്ചിതോരേ ശിവംബോലിക്ക ഇട്ടിതോരേ കളമുറക വെച്ചിതോരേ ശിവംബോലിക ഭഗവാന്റെ തിരുമകളെ ഭഗവതി എഴുന്നരുൾക ഇട്ടിതോരേ കളമുറക വെച്ചിതോരേ ശിവംബോലിക ഭഗവാന്റെ തിരുമകളെ ഭഗവതി എഴുന്നരുൾക ഇട്ടിതോരേ കളമുറക വെച്ചിതോരേ ശിവംബോലിക്ക ഇട്ടിതോരേ കളമുറക വെച്ചിതോരേ ശിവംബോലിക ഭഗവാന്റെ തിരുമകളെ ഭഗവതി എഴുന്നരുൾക ഇട്ടിതോരേ കളമുറക വെച്ചിതോരേ ശിവംബോലിക ഭഗവാന്റെ തിരുമകളെ ഭഗവതി എഴുന്നരുൾക ഭഗവതിമാരെഴുന്ന
എഴുന്നള്ളുമ്പോൾ എന്തുകൊണ്ടിട്ടലങ്കരിപ്പൂ ഭഗവതിമാരെഴുന്നള്ളുമ്പോൾ എന്തുകൊണ്ടിട്ടലങ്കരിപ്പൂ തുകിലാലെ തൂൺ പൊരിക തോരണങ്ങൾ നാട്ടിവയ്ക്ക ഭഗവതിമാരെഴുന്നള്ളുമ്പോൾ എന്തുകൊണ്ടിട്ടലങ്കരിപ്പൂ തുകിലാലെ തൂൺ പൊരിക തോരണങ്ങൾ നാട്ടിവയ്ക്ക അതിനാലേ അരിയറിയുക എതിരേറ്റിങ്ങകത്തു കൊള്ളുക അതിനാലേ അരിയറിയുക എതിരേറ്റിങ്ങകത്തു കൊള്ളുക എതിരേറ്റിങ്ങകത്തു കൊണ്ടാൽ പള്ളിപീഠം കുടികൊള്ളമ്മേ അതിനാലേ അരിയറിയുക എതിരേറ്റിങ്ങകത്തു കൊള്ളുക എതിരേറ്റിങ്ങകത്തു കൊണ്ടാൽ പള്ളിപീഠം കുടികൊള്ളമ്മേ പള്ളിപീഠം കുടികൊണ്ടാലോ ഇവർ തരുന്ന പൂജ കൊള്ളുക പള്ളിപീഠം കുടികൊണ്ടാലോ ഇവർ തരുന്ന പൂജ കൊള്ളുക ഇവർ തരുന്ന പൂജ കൊണ്ടാൽ ഇവർക്കു നന്മകൾ വരുത്തി വയ്ക്ക പള്ളിപീഠം കുടികൊണ്ടാലോ ഇവർ തരുന്ന പൂജ കൊള്ളുക ഇവർ തരുന്ന പൂജ കൊണ്ടാൽ ഇവർക്കു നന്മകൾ വരുത്തി വയ്ക്ക സന്തതിയോ കൊടുത്തിടേണം തറവാടും തഴച്ചിടേണം സന്തതിയോ കൊടുത്തിടേണം തറവാടും തഴച്ചിടേണം ഭഗവാന്റെ തിരുമകളെ ഭഗവതി എഴുന്നരുൾക സന്തതിയോ കൊടുത്തിടേണം തറവാടും തഴച്ചിടേണം ഭഗവാന്റെ തിരുമകളെ ഭഗവതി എഴുന്നരുൾക ആളടിയാർ കന്നുകാലി ഗുണം വരുത്തി കൊടുത്തിടേണം ആളടിയാർ കന്നുകാലി ഗുണം വരുത്തി കൊടുത്തിടേണം ഭഗവാന്റെ തിരുമകളെ ഭഗവതി എഴുന്നരുൾക ആളടിയാർ കന്നുകാലി ഗുണം വരുത്തി കൊടുത്തിടേണം ഭഗവാന്റെ തിരുമകളെ ഭഗവതി എഴുന്നരുൾക വിത്തോടെ വിളഭൂമിയും വിളവിനങ്ങളും നൽകിടേണം വിത്തോടെ വിളഭൂമിയും വിളവിനങ്ങളും നൽകിടേണം ഭഗവാന്റെ തിരുമകളെ ഭഗവതി എഴുന്നരുൾക വിത്തോടെ വിളഭൂമിയും വിളവിനങ്ങളും നൽകിടേണം ഭഗവാന്റെ തിരുമകളെ ഭഗവതി എഴുന്നരുൾക നോവേറും മാധികളും വ്യാധികളും അകറ്റിടേണം നോവേറും മാധികളും വ്യാധികളും അകറ്റിടേണം ഭഗവാന്റെ തിരുമകളെ ഭഗവതി എഴുന്നരുൾക നോവേറും മാധികളും വ്യാധികളും അകറ്റിടേണം ഭഗവാന്റെ തിരുമകളെ ഭഗവതി എഴുന്നരുൾക ഓ തരിക ദേവിയെല്ലാം പോന്നുറക പൂങ്കളത്തിൽ ഓ തരിക ദേവിയെല്ലാം പോന്നുറക പൂങ്കളത്തിൽ ഭഗവാന്റെ തിരുമകളെ
ഭഗവതി നീ എഴുന്നരുൾക. ഓ തരിക ദേവിയെല്ലാം പോന്നുറക പൂങ്കളത്തിൽ ഭഗവാന്റെ തിരുമകളെ ഭഗവതി എഴുന്നരുൾക. ഓ തരിക ദേവിയെല്ലാം പോന്നുറക പൂങ്കളത്തിൽ ഭഗവാന്റെ തിരുമകളെ ഭഗവതി എഴുന്നരുൾക. ഓ തരിക ദേവിയെല്ലാം പോന്നുറക പൂങ്കളത്തിൽ ഭഗവാന്റെ തിരുമകളെ ഭഗവതി എഴുന്നരുൾക. ഭഗവാന്റെ തിരുമകളെ ഭഗവതി നീ എഴുന്നരുൾക. ഭഗവാന്റെ തിരുമകളെ ഭഗവതി നീ എഴുന്നരുൾക. ഭഗവാന്റെ തിരുമകളെ ഭഗവതി എഴുന്നരുൾക. ഭഗവാന്റെ തിരുമകളെ ഭഗവതി എഴുന്നരുൾക. കളമെഴുത്തും പാട്ട് എന്ന അനുഷ്ഠാന കലയിലെ പാട്ട് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന തോറ്റം, നിറം പാട്ടുകൾ, തോറ്റം പാട്ടുകൾ, പൊലിപ്പാട്ടുകൾ എന്നിങ്ങനെ പല ഘടകങ്ങളായി കളമെഴുത്തും പാട്ടും അവതരിപ്പിച്ചു വരുന്നതിൽ പാടുന്ന തോറ്റം പാട്ടാണ്. തോറ്റം എന്ന വാക്കിനർത്ഥം വിളിച്ചു വരുത്തുക എന്നുള്ളതാണ്. നമ്മൾ സ്തുതിച്ച് പാടി ധ്യാനിച്ച് ആ ശക്തി, ആ മൂർത്തിയെ ഇവിടെ വരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആ അന്തരീക്ഷം അതിനകത്ത് വിവരിച്ചുകൊണ്ട് അത് ആലപിക്കുക. നാലൊടു നാല് തൂണതു നാട്ടി നന്മയാതുള്ള നൽകയർ കൊണ്ട് പാവി അതിനുമീതേ കൂറകളോട് പട്ടുപ്പുടവ നല്ലൊരു വീരപാളി ചേരുമാറുള്ള കൂറ വിരിച്ച് പാവി അതിനു താഴെ പൂക്കുലമാല മാനിളനീർ മാന്തളിർ ചെമ്പരത്തി പൂമലരും കുരുത്തെഴുമോല വൻപുള്ള മാല തൂക്കി മമ സുഖമായ നൽപ്പൊടി കൊണ്ട് നിന്നുടെ രൂപമിട്ട് മമ സുഖമായ നൽപ്പൊടി കൊണ്ട് നിന്നുടെ രൂപമിട്ട് നാക്കില തന്നിൽ വെള്ളരി വെള്ള വെറ്റില ചെമ്പഴുക്ക ഇവയ്ക്കു ചേരും പീഠമേറിന കൂറവാളും പാട്ടിനലങ്കരിച്ച പന്തലിൽ വന്നു നടനമാടുമമ്മേ കാൽക്കൽ നിനക്ക് കുമ്പിടുന്നോർക്ക് അല്ലലൊഴിക്കുമമ്മേ പലകാലം ഭഗവതി തമ്പുരാട്ടി എൻ കുലം നശിപ്പാതെ കാക്കണം വ്യാധിദീനങ്ങൾ ഒഴിപ്പവതാകണം കായ്ഫലമൂലാദി ധനമാകെ പൊലിക്കണം അഷ്ടൈശ്വര്യാദി സന്തത്യാദി
ബന്ധുമിത്ര കളത്രാദി ഇവറ്റകളെ കൊടുത്തു കാക്കണം. വിലസിന മൂലതായേ ഭഗവതി തമ്പുരാട്ടി ഓതിയുണർന്നു വൈദികർ തൊഴും വിലസിന മൂലതായേ ഭഗവതി തമ്പുരാട്ടി കളമെഴുത്തും പാട്ടിലെ സ്തുതികൾക്ക്, ഗാനപദ്ധതിക്ക് പല ഘടകങ്ങൾ പറയപ്പെടുന്നുണ്ട്. ഒന്നാമതായി ധ്യാന ശ്ലോകങ്ങളാണ്. കളമെഴുതുന്ന ദേവതയുടെ ആ അവസരത്തിൽ, ആ സങ്കേതത്തിൽ അപ്പോൾ എഴുതപ്പെടുന്ന ആ ദേവതയുടെ അപ്പോഴത്തെ ആ ധ്യാനം ആണ് കളമെഴുത്തിൽ കളം വരയ്ക്കുമ്പോഴും പാട്ട് തുടങ്ങുമ്പോഴും ഒക്കെ പലപ്പോഴായി ആലപിക്കപ്പെടുന്നത്. ഭദ്രകാളി കളങ്ങളിലാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 2 കൈ, 4 കൈ, 8 കൈ, അങ്ങനെ കൈകളുടെ എണ്ണത്തിനനുസരിച്ച് ധ്യാന ശ്ലോകങ്ങളുണ്ട്. കൂടാതെ ഭദ്രകാളി കളത്തിനെ വർണ്ണിച്ചുകൊണ്ടുള്ള നിറംപാട്ടുകൾ, അങ്ങനെ ഒരു ഗാനവിഭാഗം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ തോറ്റം പാട്ടുകൾ, അതുപോലെ പൊലിപ്പാട്ടുകൾ, ഇങ്ങനെയുള്ള ഘടകങ്ങൾ കളമെഴുത്തും പാട്ടും ആലാപന വിഭാഗത്തിൽ ഉൾപ്പെട്ട് ചെയ്തു വരുന്നു. അമ്മ മഹേശ്വരിയെ കാർത്യായനി അംബികെ ദുർഗദേവി, 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 അന്നപൂർണേശ്വരിയെ കടാക്ഷിപ്പൂ നന്മകൾ വന്നിടുവാൻ, അമ്മ മഹേശ്വരിയെ കാർത്യായനി അംബികെ ദുർഗദേവി, അന്നപൂർണേശ്വരിയെ കടാക്ഷിപ്പൂ നന്മകൾ വന്നിടുവാൻ, ആശ്രയമാരുമില്ലേ ഭഗവതി അമ്മയല്ലാതിവർക്ക്, ആശ്രയമാരുമില്ലേ ഭഗവതി അമ്മയല്ലാതിവർക്ക്, ആശ്രയമാരുമില്ലേ ഭഗവതി അമ്മയല്ലാതിവർക്ക്, ആശ്രയമാരുമില്ലേ ഭഗവതി അമ്മയല്ലാതിവർക്ക്, പാരിലില്ലേതു ശക്തി ശ്രീപതി ആപത്തകറ്റിടണേ, ആശ്രയമാരുമില്ലേ ഭഗവതി അമ്മയല്ലാതിവർക്ക്, പാരിലില്ലേതു ശക്തി ശ്രീപതി ആപത്തകറ്റിടണേ, അമ്മ മഹേശ്വരിയെ കാർത്യായനി അംബികെ ദുർഗദേവി.
ഞൊറിഞ്ഞുടുത്തു നല്ലംബിക നേരോടെ നൃത്തമാടി ആടഞ്ഞൊറിഞ്ഞുടുത്തു നല്ലംബിക ചേലോടെ നൃത്തമാടി ആടഞ്ഞൊറിഞ്ഞുടുത്തു നല്ലംബിക ചേലോടെ നൃത്തമാടി ആടഞ്ഞൊറിഞ്ഞുടുത്തു നല്ലംബിക ചേലോടെ നൃത്തമാടി കാന്തകം വാളെടുത്തു തൃക്കൈയില് ആയുധമായി ധരിച്ചു ആടഞ്ഞൊറിഞ്ഞുടുത്തു നല്ലംബിക ചേലോടെ നൃത്തമാടി കാന്തകം വാളെടുത്തു തൃക്കൈയില് ആയുധമായി ധരിച്ചു ദുഷ്ടനാം ദാരികന്റെ തല വെട്ടി കുമ്പി കടഞ്ഞെടുത്തു 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 മാലയായി ചാർത്തി വാഴും ഭഗവതി ഭദ്രകാളി നമസ്തേ ദുഷ്ടനാം ദാരികന്റെ തല വെട്ടി കുമ്പി കടഞ്ഞെടുത്തു മാലയായി ചാർത്തി വാഴും ഭഗവതി ഭദ്രകാളി നമസ്തേ അമ്മ മഹേശ്വരിയെ കാർത്യായനി അംബികെ ദുർഗദേവി പ്രസന്നമോദമോടെ വിരാളിയം ഉത്തരീയം ധരിച്ചു പ്രസന്നമോദമോടെ വിരാളിയം ഉത്തരീയം ധരിച്ചു പ്രസന്നമോദമോടെ വിരാളിയം ഉത്തരീയം ധരിച്ചു പ്രസന്നമോദമോടെ വിരാളിയം ഉത്തരീയം ധരിച്ചു ഭക്തിയുള്ളോരിലല്ലോ ഭദ്രേ നിനക്കൊത്ത പോലുള്ള ശക്തി പ്രസന്നമോദമോടെ വിരാളിയം ഉത്തരീയം ധരിച്ചു ഭക്തിയുള്ളോരിലല്ലോ ഭദ്രേ നിനക്കൊത്ത പോലുള്ള ശക്തി നാലു തൃക്കൈകളോടെ ഭഗവാന്റെ നീലവർണ്ണ ശോഭയിൽ നാലു തൃക്കൈകളോടെ ഭഗവാന്റെ നീലവർണ്ണ ശോഭയിൽ നാലു തൃക്കൈകളോടെ
കളമെഴുത്ത് പാട്ടിലെ മറ്റൊരു പ്രധാന ഘടകമാണ് നിറം പാട്ടുകൾ. കളമെഴുതുന്ന ദേവതയുടെ ആ കളത്തിലെ അംഗപ്രത്യംഗ വർണ്ണനകൾ, കേശാദിപാദസ്തുതി, പാദാദികേശസ്തുതി, ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ ചില സ്തുതിഗീതങ്ങളുണ്ട്. അതെല്ലാം നിറം പാട്ടുകൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ഇപ്പോൾ ഈ കളത്തിൻ്റെ തന്നെ സ്തുതി, കേശാദിപാദസ്തുതി, കാരിരിൽ നിറമൊത്ത തിരുമുടി തൊഴുന്നേൻ, കനൽക്കണ്ണും തിരുനെറ്റി തിലകം കൈ തൊഴുന്നേൻ. ഓരോ അംഗങ്ങളെ വർണ്ണിച്ച് വരികയാണ്. അത് വർണ്ണന എന്ന് പറഞ്ഞാൽ എത്രത്തോളം മഹത്തരമായിട്ട്, എത്രത്തോളം ആ ആ ഭഗവതി ദേവതയുടെ അംഗം, ആ വർണ്ണിക്കപ്പെടുന്ന ആ അംഗത്തെ എത്രത്തോളം മഹത്തരമായിട്ട് പ്രതിഫലിപ്പിക്കാം എന്നുള്ളതാണ് അതാത് കാലങ്ങളിലുള്ള സാഹിത്യങ്ങളിൽ രൂപപ്പെട്ടു വരുന്നത്. ഭക്തിയാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വം. ഭക്തിരസപ്രധാനമായി സാധാരണ മനുഷ്യരിൽ ഉണ്ടാകുന്ന വികാര വിക്ഷോഭങ്ങൾ, അത് സാധാരണ മട്ടിൽ ഭയങ്കരമായിട്ടുള്ള സംഗീത അധിനിവേശമൊന്നുമില്ല. അങ്ങനെ പാടിക്കൊണ്ട്, സ്തുതി പാടിക്കൊണ്ട് സ്വയം മറന്ന് ആലാപനം നടത്തി സത്യത്തിൽ ഒരു ആത്മസമർപ്പണം നടത്തുക ചെയ്തു. കരിരുൾ നിറമൊത്ത തിരുമുടി തൊഴുന്നേൻ, കരിരുൾ നിറമൊത്ത തിരുമുടി തൊഴുന്നേൻ, കനൽ കണ്ണും തിരുനേറ്റി തിലകം കൈ തൊഴുന്നേൻ. കരിരുൾ നിറമൊത്ത തിരുമുടി തൊഴുന്നേൻ, കനൽ കണ്ണും തിരുനേറ്റി തിലകം കൈ തൊഴുന്നേൻ. ജ്വലിക്കുന്ന മിഴിയോ നാസിക കവിൾ തൊഴുന്നേൻ, ജ്വലിക്കുന്ന മിഴിയോ നാസിക കവിൾ തൊഴുന്നേൻ. തേഞ്ചോരിഞ്ഞധരം പല്ലൊടു നാവും തൊഴുന്നേൻ, ജ്വലിക്കുന്ന മിഴിയോ നാസിക കവിൾ തൊഴുന്നേൻ. തേഞ്ചോരിഞ്ഞധരം പല്ലൊടു നാവും തൊഴുന്നേൻ. വരണ കുഴക്കമ്പി ഇവ രണ്ടും തൊഴുന്നേൻ, വരണ കുഴകമ്പി ഇവ രണ്ടും തൊഴുന്നേൻ, മാനിച്ച കുരലാരം അരഭത്തെ തൊഴുന്നേൻ. വരണ കുഴകമ്പി ഇവ രണ്ടും തൊഴുന്നേൻ, മാനിച്ച കുരലാരം അരഭത്തെ തൊഴുന്നേൻ, മാർവീടം വളർതാലി മണിമാല തൊഴുന്നേൻ, മാർവീടം വളർത്താലി മണിമാല തൊഴുന്നേൻ, തങ്കും നിൻ കരം വാൾവട്ടക ശൂലം തൊഴുന്നേൻ. മാർവീടം വളർത്താലി മണിമാല തൊഴുന്നേൻ, മഹാമേരുവിനെ വെന്ന തിരുമൂല തൊഴുന്നേൻ, ദാരുകൻ തല വെട്ടി പിടിച്ച കൈ തൊഴുന്നേൻ, ദാരുകൻ തല വെട്ടി പിടിച്ച കൈ തൊഴുന്നേൻ, തങ്കും നിൻ കരം വാൾവട്ടക ശൂലം തൊഴുന്നേൻ.
തല വെട്ടി പിടിച്ച കൈ തൊഴുന്നേൻ തങ്കം നിൻ കരം വാൾവട്ടകശൂലം തൊഴുന്നേൻ അരയാലിൻഡിലയോത്തോരുദരം കൈ തൊഴുന്നേൻ അരയാലിൻഡിലയോത്തോരുദരം കൈ തൊഴുന്നേൻ അലർശരവടി ഓമൽ ചുഴിവോ കൈ തൊഴുന്നേൻ അരയാലിൻഡിലയോത്തോരുദരം കൈ തൊഴുന്നേൻ അലസരവടി ഓമൽ ചുഴിവോ കൈ തൊഴുന്നേൻ ഞൊറിഞ്ഞ പൂന്തുകിലോ പട്ടുടയാട തൊഴുന്നേൻ ഞൊറിഞ്ഞ പൂന്തുകിലോ പട്ടുടയാട തൊഴുന്നേൻ തുകിൽ പട്ടിൻ പുറമേ പൊന്നുടഞ്ഞാണു തൊഴുന്നേൻ ഞൊറിഞ്ഞ പൂന്തുകിലോ പട്ടുടയാട തൊഴുന്നേൻ തുകിൽപട്ടിൻ പുറമേ പൊന്നുടഞ്ഞാണു തൊഴുന്നേൻ വാരണകരം എന്ന തൃത്തൂട തൊഴുന്നേൻ വാരണകരം എന്ന തൃത്തൂട തൊഴുന്നേൻ കേതകി മലരോത്ത കണങ്കാൽ കൈ തൊഴുന്നേൻ വാരണകരം എന്ന തൃത്തൂട തൊഴുന്നേൻ കേതകി മലരോത്ത കണങ്കാൽ കൈ തൊഴുന്നേൻ കേവലം പുറവടി വിരലോ കൈ തൊഴുന്നേൻ കേവലം പുറവടി വിരലോ കൈ തൊഴുന്നേൻ കോമരമിളകുന്ന ചിലമ്പോലി തൊഴുന്നേൻ കേവലം പുറവടി വിരലോ കൈ തൊഴുന്നേൻ കോമരമിളകുന്ന ചിലമ്പോലി തൊഴുന്നേൻ മുടിതോട്ടങ്ങടിയോളമുടൽ കണ്ടു തൊഴുന്നേൻ മുടിതോട്ടങ്ങടിയോളമുടൽ കണ്ടു തൊഴുന്നേൻ മുടിതോട്ടങ്ങടിയോളമുടൽ കണ്ടു തൊഴുന്നേൻ മുടിതോട്ടങ്ങടിയോളമുടൽ കണ്ടു തൊഴുന്നേൻ അഴകേറും ഭഗവതിയെ ദിവസവും തൊഴുന്നേൻ മുടിതോട്ടങ്ങടിയോളമുടൽ കണ്ടു തൊഴുന്നേൻ അഴകേറും ഭഗവതിയെ ദിവസവും തൊഴുന്നേൻ അഴകേറും ഭഗവതിയെ ദിവസവും തൊഴുന്നേൻ അഴകേറും ഭഗവതിയെ ദിവസവും തൊഴുന്നേൻ കളമെഴുത്തും പാട്ടിൻ്റെ ചടങ്ങിൽ, കളമെഴുത്തും പാട്ടും എന്ന ചടങ്ങിൽ ഒരാൾ കണ്ട് ദർശിച്ചു കഴിഞ്ഞാൽ പ്രധാനമായി തോന്നുന്നത് കളമെഴുതുക, കളത്തിൽ പൂജയുണ്ട്, താന്ത്രികമായതും അല്ലാത്തതുമായ പൂജയുണ്ട്. അതിനുശേഷം സ്തുതിഗീതങ്ങൾ പാടുക, സ്തുതി ഗാനങ്ങൾ പാടി ആ ദേവതയെ പ്രീതിപ്പെടുത്തുക. അതിനുശേഷം പ്രാദേശികമായി പല അനുബന്ധ ചടങ്ങുകളുമുണ്ട്. എന്നാൽ അടുത്ത പ്രധാനപ്പെട്ട ഒരു ചടങ്ങെന്ന് പറയുന്നത് കളം മായ്ക്കലാണ്. ഈ 3 പ്രധാനപ്പെട്ട ചടങ്ങുകളും പ്രപഞ്ചത്തിൻ്റെ പരമപ്രധാനമായ ഒരു തത്വം അതിലടങ്ങിയിരിക്കുന്നു. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഇങ്ങനെ 3 പ്രപഞ്ച തത്വങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത്.
അപ്പം സൃഷ്ടിപരമായി കളമെഴുതുന്നു. അതിലെ സ്ഥിതികാരകത്വം എന്ന് പറയുന്നത് ആ എഴുതിയ കളത്തിൽ താന്ത്രികമായ പൂജ നടത്തി അല്ലെങ്കിൽ അല്ലാതുള്ള താന്ത്രികമായതല്ലാതുള്ളതായാലും പൂജ എല്ലാ കളമെഴുത്തും പാട്ടിനുമുണ്ട്. അപ്പോൾ അത് നടത്തി അതിന് ചൈതന്യം കൊടുക്കുന്നു. അന്തരീക്ഷത്തിൽ വിലയം ചെയ്ത് നിൽക്കുന്ന ആ ദേവതാ സങ്കല്പത്തെ ഈ കളത്തിലേക്ക് ആവഹിച്ച് കൊണ്ടുവന്ന് നടത്തുന്ന പൂജയാണ്. അപ്പം അതിലൂടെ ആ കളത്തിന് ചൈതന്യം വരിക ചെയ്യും. അപ്പോൾ അത് സ്ഥിതികാരകത്വമായി. കളം മായ്ക്കുന്നതിലൂടെ അതിനെ ഇല്ലാതാക്കി അല്ലെങ്കിൽ നശിപ്പിച്ചു, സംഹാരകാരകത്വം. ഇങ്ങനെ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ പരമപ്രധാനമായ സൃഷ്ടിസ്ഥിതി സംഹാര തത്വം കളമെഴുത്തും പാട്ടും എന്ന അനുഷ്ഠാന കലയിൽ നമുക്ക് കാണാൻ കഴിയും. കൂടാതെ പലവിധങ്ങളായിട്ടുള്ള പ്രപഞ്ചതത്വങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതെല്ലാം വിവരിക്കാൻ സമയം പോരാ, വിവരിച്ചാൽ തീരുന്നതുമല്ല. പ്രപഞ്ചത്തിൻ്റെ നിഗൂഢത അത്ര വലുതാണ്. ശൂലവും കുന്തവും ചക്രം കടുത്തില തോമരം പട്ടസം വാളും മുസലവും. ശൂലവും കുന്തവും ചക്രം കടുത്തില തോമരം പട്ടസം വാളും മുസലവും. നാഗവും വേലും കലപ്പയും തോട്ടിയും. നാഗവും വേലും കലപ്പയും തോട്ടിയും. പാശവും വജ്രം ചാട്ട സുദർശനം. നാഗവും വേലും കലപ്പയും തോട്ടിയും. പാശവും വജ്രം ചാട്ട സുദർശനം. ഗരുഡാസ്ത്ര ദിശിക ദൃശിക. ഗരുഡാസ്ത്ര ദൃശിക. ദണ്ഡുമരം ആഗ്നേയനാന്തകം ദീപവും. ഗരുഡാസ്ത്ര ദിശിക ദൃശിക. ദണ്ഡുമരം ആഗ്നേയനാന്തകം ദീപവും. ചുരിക കടാരയും ചങ്ങലയും വാളും. ചുരിക കടാരയും ചങ്ങലയും വാളും. അർത്ഥചന്ദ്രം ഘോരമുൾക്കരം നേർവാളും. ചുരിക കടാരയും ചങ്ങലയും വാളും. അർത്ഥചന്ദ്രം ഘോരമുൾക്കരം നേർവാളും. പാത്രം ശിരസഗ്നി താമര വീണയും. പാത്രം ശിരസഗ്നി താമര വീണയും. മാനും മണി ജപമാലയും ഗന്ധവും. പാത്രം ശിരസഗ്നി താമര വീണയും. മാനും മണി ജപമാലയും ഗന്ധവും. വില്ലും അമ്പും കുഴിത്താളം കൊടിമരം. വില്ലും അമ്പും കുഴിത്താളം കൊടിമരം. ശംഖും കരിമ്പും ഉടുക്കും പരിചയം. വില്ലും അമ്പും കുഴിത്താളം കൊടിമരം. ശംഖും കരിമ്പും ഉടുക്കും പരിചയം. ആലവട്ടം വെൺചാമരം മുട്ടുമായി. ആലവട്ടം വെൺചാമരം മുട്ടുമായി. ആലവട്ടം വെൺചാമരം മുട്ടുമായി. ആലവട്ടം വെൺചാമരം മുട്ടുമായി. കാഹളം കൊമ്പ് കുഴലോടക്കുഴൽ. ആലവട്ടം വെൺചാമരം മുട്ടുമായി. കാഹളം കൊമ്പ് കുഴലോടക്കുഴൽ. കുത്തുകൊടി വിളക്ക് പൊൻകലശവും. കുത്തുകൊടി വിളക്ക് പൊൻകലശവും. ചൊട്ടയും പന്തവും നാരായൺ ധൂപവും. കുത്തുകൊടി വിളക്ക് പൊൻകലശവും. ചൊട്ടയും പന്തവും നാരായൺ ധൂപവും. പൂവുനാരങ്ങയും തൃക്കൈയിലായുധം. പൂവുനാരങ്ങയും തൃക്കൈയിലായുധം. പൂവുനാരങ്ങയും തൃക്കൈയിലായുധം. പൂവുനാരങ്ങയും തൃക്കൈയിലായുധം. ആയുധമായി ധരിച്ചുകൊണ്ടിങ്ങനെ. പൂവുനാരങ്ങയും തൃക്കൈയിലായുധം. ആയുധമായി ധരിച്ചുകൊണ്ടിങ്ങനെ. 64 കരങ്ങളിൽ ഈ വിധം. 64 കരങ്ങളിൽ ഈ വിധം. ദിവ്യായുധങ്ങളുമായി വിലസുന്ന 64
ഉഗ്രവും ഘോരവും രൗദ്രവും ക്രോധവും ഉഗ്രവും ഘോരവും രൗദ്രവും ക്രോധവും രൂപഭാവങ്ങളിൽ ഉറഞ്ഞു വാണിടുന്ന ഉഗ്രവും ഘോരവും ഘോരവും രൂപഭാവങ്ങളിൽ ഉറഞ്ഞു വാണിടുന്ന ഉഗ്രവും ഘോരവും രൗദ്രവും ഘോരവും ഉഗ്രവും ഘോരവും രൗദ്രവും ഘോരവും രൂപഭാവങ്ങളിൽ ഉറഞ്ഞു വാണിടുന്ന ഉറഞ്ഞു വാണിടുന്ന കാളി ഭൈരവി ശ്രീ പോർക്കലി 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 ഭൈരവി ശ്രീ പോർക്കലി മുപ്പാരിടത്തിനു മീശയാം ദേവി നിൻ മുപ്പാരിടത്തിനു മീശയാം ദേവി നിൻ തൃപ്പാദപത്മം കൈവണങ്ങിടുന്നിൻ മുപ്പാരിടത്തിനു മീശയാം ദേവി നിൻ തൃപ്പാദപത്മം കൈവണങ്ങിടുന്നു തൃപ്പാദപത്മം കൈവണങ്ങിടുന്നു തൃപ്പാദപത്മം കൈവണങ്ങിടുന്നു തൃപ്പാദപത്മം കൈവണങ്ങി